വന്നത്. ശപിക്കരുത്. മനസ്സുകൊണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കാൻ അച്ഛനോട് പറയണം. നിനക്ക് നല്ലതേ വരൂ കുട്ടി. സാരഥിം ഭാവയേ പാർത്ഥസാരഥിം ഭാവയേ ശ്രീപാർത്ഥസാരഥിം ഭാവയേ ശ്രീപാർത്ഥസാരഥിം ഭാവയേ ശ്രീപാർത്ഥസാരഥിം ഭാവയേ അകലാനലുവേലം പാർത്ഥസാരഥിം ഭാവയേ ശ്രീപാർത്ഥസാരഥിം ഭാവയേ ആത്മപദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയാൻ ആത്മപദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയാൻ ദേവദേവ സുരനായക മാമവ ദേവദേവ സുരനായക മാമവ നാദരൂപ ഗുരു പവനപുരേശ്വര ദേഷ്യത്തിലൊന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ ചെന്ന് വിളിക്കണോന്നറിയുമ്പോ അവന് വലിയ സന്തോഷാവും. എന്തുകൊണ്ടാണെന്നറിയില്ല, മനസ്സിനൊരു സുഖം തോന്നുന്നു കൊച്ചുകുട്ടിയെ. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. താനാടോ നായരെ എന്ന് ശകുനം. കുറുപ്പച്ചൻ അങ്ങോട്ടാ? വടക്കേപ്പാട്ട് രാഘവ കുറുപ്പ് തോറ്റു തുടങ്ങിയിരിക്കുന്നു. മറ്റാരുടെയും മുന്നിലല്ല, എന്റെ മകന്റെ മുന്നിൽ തന്നെ. അവൻ എന്നെ തോപ്പിച്ചിടോ. തോക്കുന്നതിലും ഒരു സുഖമൊക്കെ തോന്നുന്നു. താനെന്ന് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞിരുന്നല്ലോ, ഒക്കെ ശരിയാണെന്ന് തോന്നിയിരിക്കുന്നു. ഞാൻ അവനെ ചെന്ന് വിളിക്കാൻ പോവാ, ശിവനെ. അഹങ്കാരം കൊണ്ട് കണ്ണടഞ്ഞപ്പോ തുറപ്പിക്കാൻ അവൻ വേണ്ടി വന്നു. താൻ ആളെ വീട്ടിലോട്ട് വരണം, നമുക്കൊന്ന് ആഘോഷിക്കണം. മക്കളൊക്കെ വരുന്ന ദിവസമല്ലേ, പാട്ടും കൂത്തും ഒക്കെ ആയിക്കോട്ടെ. കുറുപ്പച്ചനിപ്പോ അങ്ങോട്ട് പോകണ്ട. എന്താ കാര്യം? ഒരു കണക്കിന് ശിവൻ ചെയ്തത് നല്ല കാര്യമാണ്. അതേ അവന് ചെയ്യാൻ കഴിയും. ശിവൻ ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ കഴിച്ചു. തുളസിയെ കഴിക്കേണ്ടി വന്നു എന്ന് പറയണതാവും ശരി. വക്കീലും നാട്ടുകാരും ചേർന്ന് ആ രാധാലക്ഷ്മിയും കുടുംബത്തെയും വഴിയിലാക്കുമെന്ന് അറിഞ്ഞപ്പോ അവനത് ചെയ്യേണ്ടി വന്നു. കുറുപ്പച്ചൻ അല്പം വൈകിയും തോന്നുന്നു. സാരമില്ല,
നമുക്ക് തിരിച്ചു പോവാം. വേണ്ടിടൂ, താൻ എന്നും എന്റെ നല്ല കാര്യങ്ങൾക്കേ കൂട്ടുനിന്നിട്ടുള്ളൂ. ഇതിനിപ്പോ താനൊരു ദുശകനാകണ്ട. ഞാൻ പോകാം. അച്ഛൻ എന്നോട് സാരമില്ല, അച്ഛന് തെറ്റുപറ്റിപ്പോയി. നീ മറന്നേക്ക്. വീട്ടിലേക്ക് വരണം. വരുമ്പോ അവളെയും കൂട്ടിക്കോ. ഞാൻ കണ്ടില്ലല്ലോ. എന്തേ വല്ലാണ്ടിരിക്കുന്നേ? അവൻ വരില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് വെള്ളം എടുക്ക. അവന് വലിയ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? എന്തു പറഞ്ഞു അവൻ? വരില്ലേ? ശിവശങ്കരൻ അവൻ വരണില്ലെങ്കിൽ പോട്ടെ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്താ എന്താ പറ്റിയത്? സ്വധാമത്തെ വേശിച്ചതറിയാതെ ദേവാദി ജനങ്ങളും കണ്ടു വിസ്മിതരാം. ഭേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നിൽ മിന്നൽ മിന്നേടുന്നതുപോലെ മാനുഷജനത്തിനു ഭഗവൽ പരിലക്ഷ്യം ആകയോമില്ലാവോം നീ ഉണ്ടാകം മിന്നൽ പോലെ. വ്യോമിനി നിന്നു ജാത മിന്നലും അതു തന്നിൽ താമസമില്ലാതടങ്ങുന്നതുപോലെ തന്നെ കേവലാത്മാവിൽ നിന്നു വിദ്യുത്വായി തോന്നി ലോകം കേവലം അതിൽ തന്നെ പൂർണ്ണമാകുകയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ടേറ്റം വിനിതരായി. യോഗയോഗേശനായ ശങ്കരൻ തനിക്കുള്ളിൽ യോഗവൈഭവം കണ്ടു. ഏതൊക്കെ തരത്തിലെ അവൻ അമ്മാവനെ ധിക്കരിച്ച് ആർക്കായാലും ഷോക്കുണ്ടാവും. അവൻ അവളെ വിവാഹം കഴിച്ചു എന്നുള്ളത് പോട്ടെ, അമ്മാവൻ ചെന്ന് കാല് പിടിച്ചിട്ടും വരാൻ കൂട്ടാക്കില്ല എന്ന് വെച്ചാ ധിക്കാരല്ലേ? അവൻ വരണുണ്ട്, കാണാൻ സമ്മതിക്കണ്ട. എല്ലാം വരുത്തി വെച്ചിട്ട് വന്നിരിക്കണു. എനിക്ക് അച്ഛനെ കാണണം. നീ ഒറ്റ ഒരുത്തം കാണുന്ന അച്ഛൻ മരിച്ചത്. എന്താ ഏട്ടൻ ഈ പറയുന്നത്? ഓടോടുന്നു. അമ്മേ, അമ്മേ, അമ്മേ. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് കാണണ്ട നിന്നെ. എന്റെ മുമ്പിന്ന്
ശിവ, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയേ. വേണ്ട, ഞങ്ങൾ എവിടെങ്കിലും ജീവിക്കുന്നുണ്ടാവും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഒരിക്കലും നീ മടങ്ങി വരില്ലേ? ഇല്ല, അമ്മ കൂടി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ യാത്രയിൽ ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചോട്ടെ. അച്ഛാ, എന്തെങ്കിലും വിവരം കിട്ടിയോ ശ്രീധര? ഇല്ല, ഇന്ന് രാത്രി കൂടി വന്നിട്ടില്ല അച്ഛാ. പിന്നെ അവൻ വരില്ല, എനിക്കറിയാം. അത്രയ്ക്ക് ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടുണ്ട്. വെറുതെ ഓരോന്ന് ഓർക്കണ്ട. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? മനഃപൂർവ്വം അല്ലല്ലോ, ഒരു തെറ്റിദ്ധാരണ കൊണ്ട്. അതെന്റെ മോൻ അറിയില്ലല്ലോ. അച്ഛൻ ചെന്ന് വിളിച്ചിട്ടും അവൻ വരില്ല എന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ടിപ്പോ എന്തായി? പിറ്റേന്ന് നായര് വന്ന് എന്താ ഉണ്ടായെന്ന് പറഞ്ഞറിഞ്ഞപ്പോ അവനെ കണ്ട് മാപ്പ് പറയാതെ എന്റെ ആത്മാവിന് ഗതി കിട്ടില്ല. കരയാണ്ടിരിക്കുക. ഇന്ന് രാത്രി കൂടി കാക്കാം. ശിവൻ എത്താണ്ടിരിക്കില്ല. അമ്മയുടെ മറ്റു മക്കളൊക്കെ? മക്കള് ഒന്നും രണ്ടുമല്ല, ഒരുപാട് മക്കള്. തറവാട് ഭാഗം വെച്ച് ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞപ്പോ ആർക്കും അമ്മയെ വേണ്ടാതായി. ഒടുവിൽ എല്ലാരും കൂടി ചേർന്ന് ഒരു നല്ല തീരുമാനമെടുത്തു. അമ്മയെ വല്ല ശരണാലയത്തിലും ആക്കാമെന്ന്. അത് ഞാൻ അനുവദിച്ചില്ല. പണമില്ലെന്നേ ഉള്ളൂ. അമ്മയെ പട്ടിണി കിടത്താണ്ട് നോക്കാൻ എനിക്ക് കഴിയും. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് പോന്നു. അന്നു മുതൽ ഇന്ന് വരെ ഒരു വാക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. എന്നെങ്കിലും അമ്മയുടെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊടുക്കാമെന്ന്. അതിന് നടക്കില്ലെന്ന് ഓർക്കുമ്പോ ശിവശങ്കരൻ ആ പേരിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ ഒരു സംഗീതജ്ഞൻ ഇല്ല. വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നാവും. അതല്ല സാർ, ഞങ്ങൾ അല്പം തിരക്കിലാണ്, ക്ഷമിക്കണം. என்ன சார் ப்ராப்ளம்? யாரோ சிவசங்கரமா நேத்துல இருந்து கழுத்து அறுத்துட்டு நம்ம வேலையை பாருங்க. മുത്തശ്ശി, കുഞ്ഞമ്മാൻ വരില്ലേ അല്ലേ? ഇല്ല മോനെ, ഇനി ഒരിക്കലും വരില്ല. ഈ മുത്തശ്ശി അത്രയ്ക്ക് പ്രാപിയ. അമ്മേ, കരയാണ്ടിരിക്കുക.